Alhamdulillah. Alladhi anzala ayatin bayyinat wa kitaban mubina wa lam yaj'al lahu 'iwaja. Minhu ayatun muhkamatun hunna ummul kitab. Allahumma salli wa sallim wa barik ala nabiyyina Muhammad wa ala ali Muhammad. Kama sallaita wa barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി 59ാമത് യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ അനന്തമായ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് നമ്മെ എല്ലാവരെയും പ്രവാചകന്മാരുടെയും സ്വാലിഹുകളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാഇൻ്റെയും ഒപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇതിനകം നമ്മൾ ഖുർആനിലെ 70% പദങ്ങളും പഠിച്ചു കഴിഞ്ഞു. യൂണിറ്റ് 58 പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ട് 70% ഗ്രാമറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ കുറഞ്ഞ പദങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതേപോലെ വളരെ കുറഞ്ഞ ഗ്രാമർ മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് ചെയ്യേണ്ടത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനിക ഭാഗം തുടർന്ന് പഠിക്കുക, നേരത്തെ പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പഠിച്ച വ്യാകരണങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പഠിക്കുക. അതേപോലെ നാം പഠിച്ച ഗ്രൂപ്പിൽപ്പെട്ട അധിക ക്രിയകൾ പരിശീലിക്കുക. അങ്ങനെ നിരന്തരം ഖുർആനുമായുള്ള ബന്ധത്തിലൂടെ, ഖുർആനിക പദങ്ങളുമായി അഭേദ്യമായ ബന്ധത്തിലൂടെ ഖുർആനിക ആശയം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ പുരോഗമിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ഇനി ശേഷിക്കുന്നത്. സൂറത്തുൽ അഅല ആണ് നമുക്ക് തുടങ്ങേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى. ഇവിടെ ആയത്ത് നിർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ 2 ഹർക്കത്ത് ദീർഘം മാത്രമേ ഉള്ളൂ. ഒരുപാട് ദീർഘങ്ങളൊന്നും അവിടെ ഇല്ല. രണ്ട് ഹർക്കത്ത് ദീർഘം മാത്രമേ ഉള്ളൂ. അതിലധികം ദീർഘിപ്പിക്കാൻ പാടില്ല, തെറ്റാണത്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പാരായണം ചെയ്ത് വന്നിട്ട് ഫലാ തൻസ, തൻസയുടെ മുകളിൽ ഒരു ദീർഘത്തിന്റെ അടയാളം കിടപ്പുണ്ട്. അത് നോക്കിയിട്ട് അങ്ങ് കുറേ അധികം അങ്ങ് ദീർഘിപ്പിക്കുന്ന കാണാം. അങ്ങനെയില്ല, അടയാളം നോക്കിയിട്ടല്ല, അതിൻ്റെ സിറ്റുവേഷൻ, അതിൻ്റെ കാരണം നോക്കണം. തൻസ കഴിഞ്ഞതിന് ശേഷം ദീർഘം വരണമെങ്കിൽ ഹംസ് ചേർന്ന് വരണം. അപ്പോൾ അങ്ങനെ വിദഗ്ധമായി പാരായണം ചെയ്യുന്ന ആൾക്കാർ ഫലാ തൻസ ഇല്ല മാ ശാ അല്ലാഹ്, അപ്പൊ ഇല്ല ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ രണ്ടിലധികം ദീർഘമുള്ളൂ. ഇല്ലെങ്കിൽ 2 ഹർക്കത്ത് മാത്രമേ ദീർഘമുള്ളൂ. അവിടെ എല്ലാ ആയത്തുകളും, ഇവിടെയുള്ള 1 മുതൽ 7 വരെയുള്ള ആയത്തുകളും ദീർഘിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഫജഅലഹു ഗുസാഅൻ അഹ്വ, അവിടെ 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിക്കാവുന്നതാണ്. സനുഖ്രിഉക ഫലാ തൻസ, ഫലാ തൻസ, നൂനെ മറച്ച് മണിച്ച് പറയണം.
ഇല്ല മാ ഷാ അല്ലാഹ്, ഇല്ല മാ ഷാ അല്ലാഹ്. അവിടെയും 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിക്കണം. മാ ഷാ അല്ലാഹുവിന്റെ അവിടെ നിർത്തുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ഹർക്കത്ത് ദീർഘിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇന്നഹു, നൂന് ശബ്ദമുള്ള നൂനായതുകൊണ്ട് 2 ഹർക്കത്ത് മണിക്കണം. യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. ഇതാണ് തജ്വീദ് സംബന്ധമായി നമുക്ക് പറയാനുള്ളത്. നമുക്ക് അതിന്റെ പദാനുപദാർത്ഥം നോക്കിയതിന് ശേഷം വ്യാകരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ പഠിച്ച പദങ്ങൾ നോക്കണം. നമുക്ക് അറിയുന്ന പദങ്ങളാണോ ഇത്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലയില് അൽ അഅ്ല എന്ന പദമൊഴിച്ച് 4ൽ 3ഉം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 75% നമ്മൾ പഠിച്ചതാണ്. അല്ലദീ ഖലഖ ഫസവ്വ എന്നതിൽ 3ൽ 2ഉം നമ്മൾ പഠിച്ചതാണ്. 3 പദങ്ങളുള്ളതിൽ അല്ലദീയും ഖലഖയും നമ്മൾ പഠിച്ചതാണ്. വല്ലദീ ഖദ്ദറ ഫഹദ എന്നതിൽ അല്ലദീയും ഹദായും നമ്മൾ പഠിച്ചതാണ്. 3ൽ 2ഉം നമ്മൾ പഠിച്ചതാണ്. വല്ലദീ അഖ്റജൽ മർഅ എന്നതിൽ അഖ്റജ പുറത്താക്കി നമ്മൾ പഠിച്ച വാക്കാണ്. അപ്പോൾ 3ൽ 2ഉം നമ്മൾ പഠിച്ചതാണ്. ഫജാലഹു ഗുസാഅൻ അഹ്വ എന്നിടത്ത് 3ൽ 1 നമ്മൾ പഠിച്ചതാണ്. 2 എണ്ണം എന്താ പറയുക? 2 എണ്ണം പുതിയ പദങ്ങളാണ്. ഇതാണ് നമ്മുടെ സൈക്കോളജിക്കൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ 2 പദങ്ങൾ എനിക്ക് അറിയാത്തതാണ് എന്നല്ല പറയേണ്ടത്. 2 പദങ്ങൾ പുതിയ പദങ്ങളാണ്. ഇപ്പൊ പുതിയ ആളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പുതിയ ആൾക്കാരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 പുതിയ ആൾക്കാർ വന്നതുകൊണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം എന്നൊരു ആകാംക്ഷയാണ് ഉണ്ടാവുക. അതേസമയം ഇവര് എനിക്ക് അറിയാത്തതാണ് എന്ന് ചിന്തിക്കുന്നതോടുകൂടി അവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുകയും അങ്ങനെ അത് നമുക്ക് വശം അല്ലാതായി തീരുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് പുതിയ പദങ്ങൾ എന്നാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഫജഅലഹു ഗുസാഅൻ നഹ്വ. സനുഖ്രിഉക ഫലാ തൻസ. അവിടെ 2 പദങ്ങൾ പുതിയ പദങ്ങളാണ്. ഇല്ലാ മാ ഷാ അല്ലാഹ് 4 പദങ്ങളും നമുക്ക് അറിയുന്ന പദങ്ങളാണ്. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. അതിൽ 2 പദങ്ങൾ നമുക്കറിയുന്നതാണ്. അല്ല 3 പദം. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. ഇന്നഹു യഅലമു വമ. അങ്ങനെ 3 എണ്ണം നമുക്കറിയുന്നതാണ്. 2 പുതിയ പദങ്ങളാണ്. അപ്പം ഇതേ രീതിയിലാണ് നിങ്ങൾ പാരായണം ചെയ്ത് നോക്കേണ്ടത്. ഇനി ഒന്നുകൂടി പാരായണം ചെയ്തിട്ട് നമുക്ക് നാം പഠിച്ച പദങ്ങളുടെ അതേ ശൈലിയിലുള്ള പദങ്ങൾ അല്ലെങ്കിൽ അതേ ഘടനയിലുള്ള പദങ്ങളുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കിതിൽ നിന്നും എന്ത് ആശയം കിട്ടിയെന്ന് നോക്കുക. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാഠപുസ്തകം നോക്കി അതിനെ എന്ത് ചെയ്യുക? ആ പദങ്ങളുടെ അർത്ഥം പഠിക്കുക. സബ്ബിഹിസ്മ. സബ്ബിഹ് സവ്വ പഠിച്ച പദമാണ്. അല്ലദീ ഖലഖ ഫസവ്വ. സവ്വ നമ്മൾ പഠിച്ച പദമാണെന്നാണ് പറയുന്നത്. ഓക്കെ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല. ഇവിടെ 4 പദങ്ങളുള്ളതിൽ ഞാൻ പറഞ്ഞു 3 പദങ്ങൾ നമ്മൾ പഠിച്ചതാണ്, 1 പുതിയതാണെന്ന് പറഞ്ഞു. പക്ഷേ അൽ അഅ്ല എന്ന് നമുക്ക് അറിയുന്ന പദമാണ്. അൽ അഅ്ല എന്ന് പറഞ്ഞാൽ ഉന്നതൻ. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅ്ല, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅ്ല. സുബ്ഹാന റബ്ബിയൽ അളീം റുക്കൂഇലും സുബ്ഹാന റബ്ബിയൽ അഅ്ല സുജൂദിലും പറയുന്നതാണ്. അപ്പോൾ അൽ അഅ്ല നമുക്ക് അറിയുന്ന പദമാണ്, സുപരിചിതമായ പദമാണ് അൽ അഅ്ല. അപ്പോൾ സബ്ബഹയുടെ കൽപ്പന ക്രിയയാണ് സബ്യഹ്, നീ വാഴ്ത്തുക അല്ലെങ്കിൽ നീ പരിശുദ്ധപ്പെടുത്തുക. ന്യൂനതയില്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കുക അള്ളാഹുവിനെ അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവിനെ. ഇസ്മ റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ. അൽ അഅ്ല ഉന്നതനായ. റബ്ബ് എന്താണ്? റബ്ബ് ഉന്നതനാണ്. ഇസ്മ റബ്ബിക്കൽ അഅ്ല, നിന്റെ ഉന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ പരിശുദ്ധിപ്പെടുത്തുക അല്ലെങ്കിൽ അവൻ കുറവുകളില്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കുക.
ഇവിടെ സബ്യഹ് എന്ന സുക്കൂനുള്ള പദവും ഇസ്മ എന്ന ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണമില്ലാത്ത അലിഫും കൂടി ചേർന്ന് വന്നപ്പോൾ എന്തായി? സബ്യഹിന് ഹാഇന് കസ്ർ കൊടുക്കുകയും പിന്നീട് സീന് മാത്രം ഉച്ചരിക്കുകയും ചെയ്തു. സബ്യഹിസ്മ. ഓക്കെ, അപ്പൊ കൽപ്പനക്രിയയ്ക്ക് വേണ്ടി വരുന്ന സുക്കൂൻ, കൽപ്പനക്രിയയുടെ അവസാനം വരുന്ന സുക്കൂൻ തൊട്ട് ശേഷം വരുന്ന സുക്കൂനുള്ള പദവുമായി ചേരുമ്പോൾ കൽപ്പനക്രിയയുടെ സുക്കൂൻ എന്താവും? കസ്റാവും. സബ്ബിഹ്സ്മ റബ്ബിക്കൽ അഅ്ല. അല്ലദി, എന്തുകൊണ്ടാണ് അവനെ ഉന്നതനായ നിന്റെ നാഥന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നത്? അല്ലദി ഖലഖ ഫസവ്വ, സൃഷ്ടിച്ചവനാണ് അവൻ. സവ്വ, നേരെയാക്കുകയും ചെയ്തു, ചിട്ടപ്പെടുത്തുകയും ചെയ്തു, ക്രമപ്പെടുത്തുകയും ചെയ്തു. നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് നഫ്സിം വമാ സവ്വാഹ, സൂറത്ത് ഷംസ്. സവ്വ, ശരിയാക്കി, ക്രമപ്പെടുത്തി, ക്രമം അല്ലെങ്കിൽ ഒരു ഘടന നിശ്ചയിച്ചു. അപ്പൊ സൃഷ്ടിക്കുക എന്നത് ഒരു വലിയ സംഭവമാണ്. എന്നതോടൊപ്പം തന്നെ ആ സൃഷ്ടിപ്പിന് ഒരു ഘടന ഉണ്ടാക്കുക എന്നതും ഒരു മഹാസംഭവമാണ്. സൂറത്ത് മുൽക്കിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഫർജ അൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ, നീ നിന്റെ കണ്ണിനെ കണ്ണോടിച്ചു നോക്കുക. ഹൽ തറാ മിൻ ഫുതൂർ, അതിലെവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് കാണുന്നുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിടവ് കാണുന്നുണ്ടോ? സുമ്മർജിഅൽ ബസറ കറത്തൈൻ യൻഖലിബു ഇലൈക്കൽ ബസർ ഖാസിഅൻ വഹുവ ഹസീർ, ഒന്നുകൂടി നീ അല്ലദീ ഖലഖ സബഅ സമാവാത്തിൻ തിബാക എന്ന് പറഞ്ഞല്ലോ, 7 ആകാശങ്ങളെ അവൻ ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ അതിന്റെ ക്രമപ്രവൃത്തമായി അവൻ സൃഷ്ടിച്ചു. മാ തറാ ഫീ ഖൽഖി സമാവാതി മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, കാരുണ്യവാനായ അല്ലാഹുവിന്റെ, തമ്പുരാന്റെ, സൃഷ്ടാവിന്റെ, റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഡിഫക്റ്റും കാണാൻ പറ്റില്ല. ഫർജ അൽ ബസർ, നീ ഒന്നുകൂടി നോക്കൂ. ഹൽ തറാ മിൻ ഫുതൂർ, എന്തെങ്കിലും വിടവ് കാണുന്നുണ്ടോ? സുമ്മർജ അൽ ബസർ കറത്തൈനി, ഒന്നുകൂടി ആവർത്തിച്ചു നോക്കൂ. യൻഖലിബു ഇലൈക്കൽ ബസർ ഖാസിഅൻ, നിന്യനായി നിന്റെ കാഴ്ച നിന്നിലേക്ക് തിരിച്ചു വരും. അതാണ് ഇവിടെ ഒരു മഹാസംഭവമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ചെറിയ അധ്യായങ്ങൾ, വളരെ അർത്ഥവത്തായ അധ്യായങ്ങളാണ്. അപ്പോ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല, ഉന്നതനായ എന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ പരിശുദ്ധിപ്പെടുത്തുക. നമ്മൾ പരിശുദ്ധിപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, ന്യൂനത ഇല്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കുക. നിന്റെ രക്ഷിതാവ് ന്യൂനതയില്ലാത്തവനാണ് എന്ന് നീ വിളംബരം ചെയ്യുക. എന്തുകൊണ്ടാണ്? അല്ലദീ ഖലഖ ഫസവ്വ. അതിന്റെ വിശദീകരണം നിങ്ങൾ മുൽക്കിന്റെ ആയത്തുകൾ വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. വിശദീകരിക്കേണ്ട കാര്യമില്ല. മുൽക്കിൽ അത് അള്ളാഹു കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമത്തെ വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ അള്ളാഹു ന്യൂനതയില്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സുജൂദിൽ പ്രഖ്യാപിക്കുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅ്ല, സുബ്ഹാന റബ്ബിയൽ അഅ്ല, സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് പറയാൻ പറഞ്ഞതാണ്. ഉന്നതനായ എൻ്റെ രക്ഷിതാവ് ന്യൂനതയില്ലാത്തവനാണ്. അപ്പൊ അഅ്ല എന്നാൽ ഉന്നതൻ. അതിൻ്റെ സാധാരണ പദമാണ് അലി. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്ന് പറയുമല്ലോ. അപ്പൊ പോസിറ്റീവ് ഏതാണ്? അലി എന്നതാണ്, ഉന്നതൻ. അതിൻ്റെ കമ്പാരിറ്റീവ് എങ്ങനെ വരും? കമ്പാരിറ്റീവ് താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്യുമ്പോൾ അഅ്ല മിൻ എന്ന് വരും. അഅ്ല മിൻ, അവനേക്കാളും ഉത്തമൻ, വേറെ ഒന്നിനേക്കാളും ഉത്തമൻ. അതിനെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ആക്കുമ്പോഴോ
അൽ അഴ എന്ന് വരും, അൽ ചേർത്ത് വരും. ചില സന്ദർഭങ്ങളിൽ അൽ വന്നില്ല എങ്കിലും മിൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അതായത് ബെറ്റർ ദാൻ, ബിഗർ ദാൻ, സ്മോൾ, ലാർജർ ദാൻ, ആ ദാൻ വന്നില്ല എന്ത് വരും? ഈ ഇവിടെ മിൻ, അറബി ഭാഷയെ സംബന്ധിച്ചോളം മിൻ വന്നില്ല എങ്കിൽ ഏറ്റവും ഉന്നതൻ എന്ന് വരും. അതുകൊണ്ടാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. അള്ളാഹു അക്ബർ എന്നാണ്, അള്ളാഹു അത്യുന്നതനാണ്. അവിടെ അള്ളാഹു അൽ അക്ബർ എന്ന് പറഞ്ഞില്ല. അപ്പോ അതേസമയം അവിടെ മിൻ ഇല്ല എന്നതാണ് കാരണം. അപ്പോ മിൻ ഉണ്ടെങ്കിലാണ് താരതമ്യം ഉണ്ടാവുക, മിൻ ഇല്ലെങ്കിൽ ഉന്നതന, വലുത് എന്നാണ് വരിക. പിന്നെ അൽ വന്നു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ആയിരിക്കും, ഏറ്റവും ഉന്നതനാണ്. അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തവൻ. ഇനി അടുത്ത കാരണം പറയാണ്, വല്ലദീ ഖദ്ദറ ഫഹദ. അപ്പോ നമ്മൾ ചിലപ്പോ ചില സംഗതികളെ കുറിച്ച് പറയും, അത് പോണിടത്തോളം അങ്ങ് പോവും, ഇത് എത്ര നാൾ ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ അത് ചീത്തയാകുന്നവരെ ഉപയോഗിക്കാമെന്ന് പറയും. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചോളം ആണെങ്കിലോ, ഇല അജലിൻ മുസമ്മ, സമയം അല്ലെങ്കിൽ പേര്, മുസമ്മ എന്ന് പറഞ്ഞാൽ പേര് പറയപ്പെട്ടതാണ്, പേര് പറയപ്പെട്ട ഒരു നിർണിതമായ അവധി വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് കൃത്യമായി നിർണയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തായിട്ട് ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ വാങ്ങുമ്പോൾ തന്നെ പറയും 2 ഇയർ വാറണ്ടി എന്ന് പറയും. 2 ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ അതിന് അവർ പറയുന്നത് 2 ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ 2 വർഷം പ്രവർത്തിക്കും എന്നതിൽ ഉറപ്പുണ്ട്. അത് കഴിഞ്ഞാൽ എത്ര പ്രവർത്തിക്കും എന്നതിൽ ഉറപ്പില്ല. അപ്പൊ അവിടെയും മനുഷ്യന് കൊടുക്കുന്ന വാറണ്ടി എന്താണ്? സ്പെസിഫിക് അല്ല. അതേസമയം അള്ളാഹുവിന്റെ അവധിയാണെങ്കിലോ, അള്ളാഹുവിന്റെ അവധിയാണെങ്കിൽ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്പം പോലും എന്ത് ചെയ്യില്ല, പിന്തിപ്പിക്കുകയില്ല, അല്ല മുന്തിപ്പിക്കുകയുമില്ല. ലാ യസ്തഅഖിറൂന സഅതൻ വല, അപ്പൊ ഒരു മണിക്കൂർ താമസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് താമസിപ്പിക്കുകയോ അത് മുന്നോട്ട് പോവുകയോ ചെയ്യില്ല. വലാ യസ്തഖ്ദിമൂൻ, ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അവർ മുന്നോട്ടും പോവില്ല മുന്നോട്ടും പോവില്ല. അതാണ് അള്ളാഹുവിന്റെ അവധി എന്ന് പറയുന്നത്. അത് ആശ്ചര്യകരമല്ലേ? അതുകൊണ്ടാണ് സബ്യഹ് എന്ന് പറഞ്ഞത്, ന്യൂനതയില്ലാത്തവനാണ് എന്ന് പറയാ. അതായത് ഖദ്ദറ എന്ന് പറഞ്ഞാൽ വിധി നിർണയിച്ചു, കണക്ക് നിശ്ചയിച്ചു. ഖദ്ദറ നിർണയിച്ചു. ഖദർ അളവ്, കഴിവ് എന്നും അളവ് എന്നും തോത് എന്നും ഒക്കെ പറയാം. അതേസമയം ഖദ്ദറ എന്ന് പറഞ്ഞാൽ ആ കഴിവ് കൊണ്ട് അവൻ ഒരു തോത് നിർണയിച്ചു, സ്പെസിഫിക് ആണ്. ഇതാണ് വളരെ ആശ്ചര്യകരമാണ്, വിധി നിർണയിച്ചവൻ. അതേപോലെ ഫഹദ, ഇനി സൃഷ്ടിച്ചു വിധി നിർണയിച്ചു മാത്രം വിടുകയല്ല ചെയ്തത്, അതിനൊരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നേർവഴി കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ നേർവഴി കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം വെറുതെ വിടുകയല്ല ചെയ്തത്, മനുഷ്യന് എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, ഒരു കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്. അവന്റെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും, നമ്മൾ വ്യക്തി ജീവിതം എന്ന് പറയുമല്ലോ, പേഴ്സണൽ കോഡല്ല കേട്ടോ, ഇന്ത്യൻ പേഴ്സണൽ കോഡല്ല, ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ കോഡല്ല ഈ പറഞ്ഞത്. അവിടെ മുസ്ലിം പേഴ്സണൽ നിയമം എന്ന് പറയുന്നതിന് വേറെ ചില അർത്ഥങ്ങളുണ്ട്. ഞാൻ പറയുന്നത് വ്യക്തി പാലിക്കേണ്ട ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഒരു വ്യക്തി പാലിക്കേണ്ട കാര്യങ്ങൾ. അവന്റെ മാതാപിതാക്കളുമായി ഉള്ള കാര്യം വരുമ്പോഴും, തൻ്റെ മക്കളുമായുള്ള കാര്യം വരുമ്പോഴും, തൻ്റെ ഭാര്യയുമായുള്ള കാര്യം വരുമ്പോഴും, ഇതെല്ലാം നമുക്ക് ഗാർഹികമായ കാര്യങ്ങളെന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ കുടുംബപരമായ കാര്യങ്ങളെന്ന് പറയാം. അപ്പൊ വ്യക്തിയായി, കുടുംബമായി, അവൻ തൊട്ടടുത്ത അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, അങ്ങനെയുണ്ടല്ലോ, അത് ഒരുപാട് വിശദമായി പോകുന്ന സംഗതിയാണ്. അപ്പോൾ തൊട്ടടുത്ത അയൽവാസിയോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഘടന വളരെ വ്യക്തമായിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങിയാൽ അവൻ സഹവസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ,
നമുക്ക് വേണമെങ്കിൽ അതിനെ നമ്മുടെ നാടൻ ഭാഷയിൽ പഞ്ചായത്തെന്നോ അതുപോലുള്ള വില്ലേജ് എന്നോ ഒക്കെ പറയാം. ആ നാട്ടിൽ ഇടപെടുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ വികസിച്ച് പോയാൽ ജില്ലയെന്നോ സ്റ്റേറ്റ് എന്നോ ഒക്കെ പറയുന്ന തരത്തിലേക്ക് വികസിച്ച് പോകും. അങ്ങനെ ആ സ്റ്റേറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്. ഈ രാജ്യവും തൊട്ടടുത്ത രാഷ്ട്രവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേശീയവും അന്തർദേശീയവുമായ കാര്യങ്ങൾ പറയുന്നു. സാമ്പത്തിക കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വത്ത് സമ്പാദനം മുതൽ അത് വിനിമയം വരെ കൃത്യമായ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങൾ വരുന്നത്. ധാർമ്മികമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. നമ്മളിപ്പോ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ അവർ പറയുന്ന മൊറാലിറ്റി എന്ന് പറയും. ഈ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വലിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിന്റെ ഭാഗം എന്താണ്? അയാൾ മൊറാലിറ്റി സൂക്ഷിച്ചുകൊണ്ട്, ധാർമ്മികത സൂക്ഷിച്ചുകൊണ്ട് അയാൾ ജീവിച്ചെങ്കിൽ മാത്രമേ അയാളുടെ വ്യക്തിത്വത്തിന് വികാസം ഉണ്ടാവുള്ളൂ. ഈ മൊറാലിറ്റി എവിടെ നിന്ന് കിട്ടി മനുഷ്യന്മാർക്ക്? ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് സർവവ്യാപിയായ, അല്ലെങ്കിൽ അതിന്റെ മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ധാർമ്മികത. കൊടുക്കൽ വാങ്ങൽ മുതൽ മറ്റ് കുടുംബജീവിതം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ധാർമ്മികതയിൽ. ആ കാര്യങ്ങൾ വളരെ സുവ്യക്തമായി പഠിപ്പിച്ചു. അപ്പോൾ വ്യക്തി ജീവിതം, കുടുംബജീവിതം, ധാർമ്മിക ജീവിതം, സാമൂഹിക ജീവിതം, സാംസ്കാരിക ജീവിതം, സിവിലൈസേഷൻ, സംസ്കാരം, പുരോഗതി, ഉന്നമനം, ഇതെല്ലാം പഠിപ്പിച്ചതാണ്. അതിൻ്റെ എല്ലാം ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് കിട്ടും. മാ ഫറത്തന, ഒരു കാര്യങ്ങളും നാം വിട്ട് കളഞ്ഞിട്ടില്ല എന്നാണ്. തിബിയാനൻ ലിക്കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള വിശദീകരണം എന്ന് പറയും. കുല്ല് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി വൺ എന്നാണ്. തിബിയാനൻ വ്യക്തമാക്കിക്കൊണ്ട്, ലിക്കുല്ലി ഷൈഇൻ വഹുദൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, വഴികാട്ടിയായിക്കൊണ്ട്. അപ്പോൾ അതാണ് ഖദ്ദറ ഫഹദ എന്ന് പറഞ്ഞത്. അപ്പൊ സൃഷ്ടിക്കുകയും അതിന്റെ ഘടന നിശ്ചയിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അത് ഏതെല്ലാം രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് സുവ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന് എന്ത് കൊടുക്കുന്നത്? അവൻ ന്യൂനതയില്ലാത്തവനാണ് എന്ന വിളംബരം ചെയ്യാൻ പറയും. ഖദ്ദറ ഫഹദ വലദി അഖ്റജൽ മർഅ. അഖ്റജ നാം പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി. ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു പോയി. ഖറജ പുറത്തു പോയി. അതെ, അഖ്റജ നമ്മൾ അഞ്ചല പഠിച്ചതിന് ശേഷം പഠിച്ചത് അഖ്റജയാണ്. അഞ്ചല ഗ്രൂപ്പിൽ രണ്ടാമത്തെ ക്രിയയായിട്ട് പഠിച്ചത് അഖ്റജയാണ്. ഇപ്പൊ നജല ഇറങ്ങി, അഞ്ചല ഇറക്കി. അതേപോലെ ഖറജ പുറപ്പെട്ടു, അഖ്റജ പുറത്താക്കി. അപ്പോ അഖ്റജ എന്ന് പറഞ്ഞാൽ അർത്ഥം പുറത്താക്കി എന്നാണ്. ഇവിടെ ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു സംഗതി പുറത്താക്കി. അതായത് വിത്ത്, ഭൂമിയുടെ അകത്ത് കിടക്കുന്ന വിത്ത്, ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന വിത്ത് മണ്ണ് പൊളിച്ച് പുറത്തേക്ക് വന്നു. അതിനാണ് അഖ്റജ എന്ന് പറഞ്ഞാൽ. അപ്പൊ അഖ്റജ എന്ന് പറഞ്ഞാൽ അതിന് ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയാം, അതേപോലെ പുറത്താക്കി എന്ന് പറയാം, പുറപ്പെടുവിച്ചു എന്ന് പറയാം. എന്ത് വേണമെങ്കിലും പല രീതിയിലും അതിനെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അപ്പൊ അല്ലദീ അഖ്റജ, അവൻ എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു, പ്രൊഡ്യൂസ്ഡ്, മാനുഫാക്ചേർഡ്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്? അൽ മർഅ. മർഅ എന്ന് പറഞ്ഞാൽ റഅ യർഇ, മേയ്ച്ചു. ആടിനെ, കന്നുകാലികളെ മേയ്ച്ചു എന്നതിനാണ് റഅ യർഅ എന്ന് പറയുന്നത്. റഅ യർഅ നമ്മൾ പഠിച്ച ആ ഘടനയിലുള്ള ക്രിയ നമ്മൾ പഠിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. റഅ യർഅ എന്നാണ് വരുന്നത്. റഅ. അപ്പോ മർഅ എന്ന് പറഞ്ഞാൽ മേയ്ക്കുന്ന സ്ഥലം. ഇപ്പൊ നമ്മൾ ഒരു ക്രിയയുടെ 21 രൂപം പഠിക്കുമ്പോൾ ഈ 21 രൂപത്തിൽ നമ്മൾ പഠിക്കാത്ത വേറെ പല രൂപങ്ങളുണ്ട് കേട്ടോ. അഖ്റജത്തിൽ അസ്കാലഹ നമ്മൾ പഠിച്ചതാണ്. അഖ്റജ. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? പുറം തള്ളി എന്ന് പഠിച്ചു.
സൂറത്ത് ജൽസലയിൽ. അപ്പോൾ പുറന്തള്ളി എന്ന് പഠിച്ചു. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലും ഇത് വരാം. പുറന്തള്ളി, അഹ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി എന്ന് പറയുന്നതും പുറന്തള്ളി എന്ന് പറയുന്നതും ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുന്നതും ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ്. അല്ലാതെ ഈ അഹ്റജൽ മറ, അപ്പോൾ റഅ എന്ന് പറഞ്ഞാൽ മേച്ചു, റാഴിൻ മേയ്ക്കുന്നവൻ, ഇടയൻ, ആട്ടിടയൻ, റാഴിൻ. റഅ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ദഅ ആണ് വരുന്നത്. പക്ഷേ എങ്കിലും ദഅയിലെ അവസാനം ദുർബലാക്ഷരമാണല്ലോ. അപ്പോ ദഅയുടെ കർത്താവ് ദാഇൻ എന്ന് വരുന്നത് പോലെ റഅയുടെ കർത്താവ് റാഇൻ എന്ന് വരും. അതാണ് ഇടയൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇന എന്ന് പറഞ്ഞല്ലോ. ലാ തഖൂലു റാഇന എന്താ അർത്ഥം? ലാ തഖൂലു, നിങ്ങൾ പറയരുത്, റാഇന, നിങ്ങൾ റാഇന എന്ന് പറയരുത് എന്ന് പറഞ്ഞു. റാഇന എന്ന് പറയരുതെന്ന് പറയാൻ കാരണം എന്താണ്? കപട വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരെ അവഗണിച്ചതായ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ ഞങ്ങളെ കൂടെ പരിഗണിക്കണമേ എന്ന അർത്ഥത്തിൽ റാഴിന എന്ന് ഉപയോഗിക്കും. പക്ഷേ റാഴിന എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവര് റാഴീന എന്ന് പറയും. റാഴീന എന്ന് പറഞ്ഞാൽ, റാഴി എന്ന് പറഞ്ഞാൽ ഇടയൻ, ന ഞങ്ങളുടെ, റാഴിന എന്ന് ദീർഘമില്ലാതെ പറഞ്ഞാൽ ഞങ്ങളെ പരിഗണിക്കണമേ എന്നാണ് അർത്ഥം, റാഴിന. അതേസമയം റാഴീന എന്ന് നീട്ടി പറഞ്ഞാലോ, അപ്പോൾ ഇടയൻ, ഞങ്ങളുടെ ഇടയ, ഞങ്ങളെ കൂടി ഞങ്ങളുടെ ഇടയ എന്ന അർത്ഥം വരും. അങ്ങനെ ദ്വയാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പരിഹസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവിടെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇന, നിങ്ങൾ അത്തരം ദ്വയാർത്ഥമുള്ള പദപ്രയോഗങ്ങൾ നടത്തരുത്. വഖൂലു ഉൻദുർന, ഞങ്ങളെ നോക്കണമേ എന്ന് പറയുക എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വന്നത് റഅ മേയ്ച്ചു, മറഅ മേയ്ക്കുന്ന സ്ഥലം. 21 രൂപത്തിൽ നമ്മൾ പഠിക്കുന്ന 21 രൂപത്തിൽ ഈ 21 രൂപമല്ല പഠിക്കാനുള്ളത്, അതിന്റെ കുറച്ചുകൂടി വിശാലമായ, അതായത് 90-95 ഫോംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ക്രിയയിൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ വാക്കുകൾ പിന്നീട് കിട്ടും. റഅ മേച്ചു, മറഅ മേയ്ക്കുന്ന സ്ഥലം, താഫ വലം വെച്ചു, മതാഫ് വലം വെക്കുന്ന സ്ഥലം, താഫ് ചെയ്യുന്ന സ്ഥലം. അതേപോലെ ഖാമ നിന്നു, മഖാം നിൽക്കുന്ന സ്ഥലം. അതേപോലെ അല്ലദീ അഖ്റജൽ മർഅ, മേച്ചിൽ പുറത്തെ ഉൽപ്പാദിപ്പിച്ചവനും ആയ. അപ്പൊ എന്താണ് മേച്ചിൽ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? മൃതപ്രായമായ, മൃതാവസ്ഥയിൽ കിടന്ന മണ്ണിനെ അല്ലെങ്കിൽ ഭൂമിയെ ഒരു മഴ വർഷിക്കുന്നതോടുകൂടി എന്തായി? അവിടെയുള്ള വിത്തുകൾ മുളച്ച് വളരെ നല്ല പച്ചപ്പ് ആയിത്തീർന്നു. അപ്പൊ അങ്ങനെ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണല്ലോ കന്നുകാലികൾ മേയുക. അങ്ങനെയുള്ള നല്ല പച്ചപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്ന പുൽമേടുകൾ അവൻ ഉൽപ്പാദിപ്പിച്ചു. പിന്നെന്ത് ചെയ്തു? അപ്പൊ അങ്ങനെ നല്ല പുഷ്ടിച്ച് വന്ന് നിൽക്കുന്ന പുൽമേടുകൾ സൃഷ്ടിച്ചവൻ തന്നെ എന്ത് ചെയ്തു? ഫജഅലഹു, നമ്മൾ ജഅലഹു എന്ന ക്രിയയും കർമ്മവും ചേർന്ന് വരുന്ന ആ പ്രയോഗം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ അവൻ ആക്കി, അങ്ങനെ അതിനെ അവൻ ആക്കി, അല്ലെങ്കിൽ എന്നിട്ട് അതിനെ അവൻ ആക്കി, ആ മറഅയെ അവൻ ആക്കി. എന്താക്കി? ഹുസാഅൻ, ചവറാക്കി. ഹുസാ ചവർ, അഹ്വ ഉണങ്ങി കരിഞ്ഞത്. അപ്പോ നല്ല പുഷ്ടിച്ച് പുഷ്കരമായി നിൽക്കുന്ന പുൽമേടുകളെ അവൻ എന്ത് ചെയ്തു? ചെറിയ ഒരു കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വരൾച്ച ഉണ്ടാകുമ്പോൾ അതിനെന്തായി? ഉണങ്ങി കരിഞ്ഞ ചവർ പോലെ, വേസ്റ്റ് പോലെ, ഒന്നിനും കൊള്ളാത്തതാക്കി മാറ്റി, ഹോസ ആക്കി. പിന്നെ ഒന്നിനും കൊള്ളൂല, അത് കന്നുകാലികൾ പോലും തിന്നില്ല. അങ്ങനത്തതാക്കി മാറ്റാൻ അവൻ ശേഷിയുള്ളവനാണ്. ഒരേ സമയം തന്നെ അതിനെ പുഷ്ടിയോടുകൂടി വളർത്തുന്നവൻ തന്നെ അതിനെന്ത് ചെയ്യും? അതിനെ ഉണങ്ങിക്കരിഞ്ഞ ചവറാക്കുകയും ചെയ്യും. അപ്പൊ അഹ്വ എന്ന് പറഞ്ഞാൽ കരിഞ്ഞത്, ഉണങ്ങി കരിഞ്ഞത്. ഹുസാ ചവർ, ഹുസാഅൻ അഹ്വ. സനുഖ്രിഉക
ഫജഅലഹു ഗുസാഅൻ അഹ്വ. അപ്പൊ ഇത്രയും പറഞ്ഞ അള്ളാഹുവിന്റെ വൈഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അവന് ന്യൂനതയില്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കണം, കുറവുകളില്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞതാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് താജ് നമസ്കാരത്തിലൊക്കെ പാരായണം ചെയ്ത് ചിന്തിച്ചു നോക്കണം. അപ്പോഴേ അതിന്റെ അനന്തമായ സ്വാധീനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. തുടർന്ന് അള്ളാഹു പറയാണ് സ നുഖരി ഉക്ക, സയസ്ലാ നാറല്ലേ സ, അനധി വിദൂര ഭാവിയിൽ തന്നെ, നുഖരി ഉക്ക, നാം നിനക്ക് ഓതിത്തരും, അല്ലെങ്കിൽ നിന്നെ നാം ഓതിപ്പിക്കും. ഖറഅ പാരായണം ചെയ്തു, അഖറഅ ഓതി പാരായണം ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ നിനക്ക് ഓതി തന്നു. അഖറഅ യുഖരിഉ, ഖറഅ പാരായണം നസല ഇറങ്ങി, അൻസല ഇറക്കി, ഖറഅ പാരായണം ചെയ്തു, അഖറഅ പാരായണം ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ വേറൊരാൾ പാരായണം ചെയ്തു തന്നു. അതാണ് നുഖരി ഉക്ക, നാം നിനക്ക് പാരായണം ചെയ്തു തരും. ലാ തൻസ, അപ്പോൾ നീ മറക്കുകയില്ല. ലാ തഅജ്ജൽ ലാ തുഹർരിക് ബിഹി ലിസാനക്, നീ നിന്റെ നാവിനെ ഇട്ട് അടിക്കേണ്ടതില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക് ഇന്ന അലൈന ജംഅഹു വ ഖുർആനഹു, അതിനെ ക്രോഡീകരിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുക എന്നത് അലൈന, നമ്മുടെ മേൽ ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിക്കുന്ന സന്ദർഭത്തിൽ, നിങ്ങളുടെ മൈക്ക് ഓണാണ് കേട്ടോ, അപ്പൊ മൈക്ക് നിങ്ങൾ ഓൺ ചെയ്ത് സംസാരിക്കരുത്. മൈക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ മൈക്രോഫോൺ ചെവി വെച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ കേൾക്കും. ചോദിക്കാനുള്ള ഓപ്ഷൻ പറയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാവൂ, മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുക. അതുവരെ മൈക്ക് ഓഫ് ചെയ്യുക. നമ്മൾ സൂമിന്റെ സിസ്റ്റം നമുക്ക് നേരത്തെ ഉണ്ട്, പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അംഗങ്ങൾ സ്റ്റുഡൻസ് കൂടുതലുള്ളപ്പോൾ നമുക്കത് ഓൺ ചെയ്യാൻ കഴിയില്ല, പരസ്ഥലത്തിൽ നിന്നും അപശബ്ദങ്ങളുണ്ടാകും. അപ്പൊ ഇപ്പൊ നമ്മൾ മൈക്ക് ഓണാണ്, നിങ്ങൾക്ക് ഇതിന്റെ കൺട്രോളിലാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഓൺ ചെയ്ത് സംസാരിക്കാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ സംശയം ചോദിക്കാനുള്ള സമയത്ത് മാത്രമേ ചോദിക്കാവൂ. അതുവരെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. ആ കമന്റുകൾ ഞാൻ യഥാസമയം നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോ നീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം വഹി ലഭിക്കുന്ന മാത്രത്തിൽ തന്നെ അത് ആവർത്തിച്ച് ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് എന്ത് ചെയ്യുക, മറന്നു പോകുമോ എന്ന് വിചാരിച്ച് പറഞ്ഞു നോക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞു നോക്കി ധൃതി കൂട്ടേണ്ട കാര്യമില്ല. ഇത് നിനക്ക് നാം വഹി നൽകുന്ന സംഗതി, മറക്കേണ്ടതില്ലാത്ത ഭാഗങ്ങൾ മറക്കാതെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അതാണ് പറഞ്ഞത് ലാ തുഹർരിക് ബിഹി ലിസാനക, നീ നിന്റെ നാവുകളെ അങ്ങനെ ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈന ജംഅഹു, അതിനെ ക്രോഡീകരിച്ച് നിന്റെ ഹൃദയത്തിൽ, ജമഅ ഒരുമിച്ച് കൂട്ടി നിന്റെ ഹൃദയത്തിൽ നിലനിർത്തുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ്. വ ഖുർആനഹു, പിന്നീട് നാം അതിനെ പാരായണം ചെയ്ത് തരിക എന്നതും, അല്ലെങ്കിൽ അതിന്റെ പാരായണവും നിനക്ക് നമ്മുടെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് നാവിട്ടടിച്ച് പെട്ടെന്ന് ബൈഹാർട്ടാക്കാൻ നോക്കേണ്ടതില്ല. അത് അള്ളാഹു അതിന് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അതാണ് പറഞ്ഞത് ലാ നുഖരിഉക, നാം നിനക്ക് പാരായണം ചെയ്തു തരും. ലാ തൻസ, അപ്പോൾ നീ അത് മറക്കുകയില്ല. ഇവിടെ ലാ തൻസ എന്ന് പറയുന്നിടത്ത് പലപ്പോഴും അറബികളിൽ പോലും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക്, നമ്മൾ മലയാളത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കുമല്ലോ, അതേപോലെ അറബികളും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. തൻസ എന്ന് പറഞ്ഞാൽ മറക്കുന്നു. നസിയ യൻസ, നസിയ നസു കേട്ടോ. നസിയ യൻസ എന്ന് പറയുന്നത് റളിയ യർല എന്ന് പറഞ്ഞതുപോലെയാണ്. അതിന് ടേബിൾ നിങ്ങൾ എഴുതി നോക്കണം. റളിയ യർല പോലെയാണ് നസിയ യൻസ. നസിയ ഇവിടെ ഉണ്ട്. നസിയ നിങ്ങളുടെ ടേബിളിൽ ഉണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. റളിയ യർല പോലെ. നസിയ നസു, നസിയ നസു, നസീത്ത നസീത്തും, നസീത്തു നസീന, യൻസ യൻസൗന, തൻസ തൻസൗന, അൻസ നൻസ, ഇൻസ ഇൻസൗ, ലാ തൻസ ലാ തൻസൗ, നാസിൻ മൻസിയുൻ, നസ്യാനുൻ, നസ്യാനുൻ മറവി. അപ്പോ ഹിയ റളിയത്ത് എന്ന് പറയുന്ന പോലെ ഹിയ നസിയത്, ഹിയ തൻസ.
റളിയ റളിയ ഇർള പോലെ നസിയ യൻസ. അപ്പോ ലാ തൻസ എന്നാണ് വരുന്നത്. ഇൻസ ഇൻസൗ, ലാ തൻസ ലാ തൻസൗ. ഇപ്പൊ ലാ തൻസ എന്ന് ദീർഘമില്ലാതെ പറഞ്ഞാൽ എന്തായി? അത് കൽപ്പനയാണ്, എഴുതി വയ്ക്കണം. സോറി, വിരോധക്രിയയാണ്. ലാ തൻസ, നീ മറക്കരുത്. ലാ തൻസ ദിക്റല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. റോഡ് ഇങ്ങനെ കിടക്കുമല്ലോ, അനന്തമായി കിടക്കും. രണ്ട് വശങ്ങളും മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലത്തോട്ട് നോക്കിയാൽ ഒരു അന്തം ഉണ്ടാവില്ല, ഇവിടെ നിന്ന് ഇടത്തോട്ട് നോക്കിയാലും ഒരു അന്തം ഉണ്ടാവില്ല, മുന്നിലേക്ക് നോക്കിയാലും ഒരു അന്തം ഉണ്ടാവില്ല, പിന്നിലേക്ക് നോക്കിയാലും ഒരു അന്തം ഉണ്ടാവില്ല. റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ചില സൈഡുകളിൽ ചില വാക്കുകൾ കാണാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. കാരണം ഇത് മാത്രമേ ഉള്ളൂ, ഒരു മരങ്ങളും ചെടിയും വെള്ളവും ഒന്നുമില്ല. അപ്പൊ ഇടയ്ക്ക് കാണാം ലാ തൻസ ദിക്റല്ലാഹ്. ഇങ്ങനെ ഇത്രയും സംഗതികളൊക്കെ സൃഷ്ടിച്ചു വെച്ച അള്ളാഹുവിനെ ഓർമ്മിക്കാൻ നീ മറക്കരുത് എന്നാണ്. അപ്പൊ അവിടെ ലാ തൻസ എന്ന് എഴുതിയാൽ എന്തായിരിക്കും അർത്ഥവ്യത്യാസം? ലാ തൻസ എന്ന് പറഞ്ഞാൽ നീ മറക്കുകയില്ല എന്നാണ്. നീ മറക്കുകയില്ല. അത് എന്താണ്? നെഗറ്റീവ് നരേഷൻ എന്ന് പറയും. നെഗറ്റീവ് അതൊരു പ്രസ്താവനയാണ്. മറക്കുകയില്ല എന്നൊരു പ്രസ്താവനയാണ്. അതേസമയം അതിന്റെ ദീർഘം കളഞ്ഞാലോ ലാ തൻസ, സീനെ തന്നെ നിർത്തുകയാണ്. അങ്ങനെ പറഞ്ഞാൽ നീ മറക്കരുത് എന്നാണ് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സനുഖിഉക ഫലാ തൻസ, നാം ഓതിത്തരും, അപ്പോൾ നീ മറക്കുകയില്ല. ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. ഇല്ലാ മാ, ഒന്നൊഴികെ. ഷാ ഉദ്ദേശിച്ചു, അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചതായ ഒന്നൊഴികെ. അഥവാ മറക്കണം, നീ അത് ഓർമ്മിക്കേണ്ടതില്ല എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോകും. നീ മറക്കേണ്ടതില്ല എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കുകയില്ല. ഇത് ഖുർആനെ സമയത്തോളം, പ്രവാചക സമയത്തോളമുള്ള ഒരു സംഗതിയാണ്. അതേസമയം സാധാരണഗതി മനുഷ്യൻ മറക്കാറുണ്ടല്ലോ. മനുഷ്യൻ മറക്കുന്ന എന്താണ്? അള്ളാഹുവിന്റെ മശീഅത്തോടു കൂടിയാണ്. ഒരാൾ മറവി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. അവൻ പഠിക്കുന്നതിനെ ആവർത്തിക്കുന്നതിന്റെ ക്രമം നാം പറഞ്ഞല്ലോ. ഒരു സംഗതി നാം മറക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ദിവസത്തിൽ അല്ലെങ്കിൽ അതിന്റെ നിർണിതമായ സമയത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ അള്ളാഹുവിനെ മറക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അള്ളാഹു 5 നേരം, ചുരുങ്ങിയത് നിങ്ങൾ 5 നേരം ദിവസത്തിന്റെ 5 ഘട്ടങ്ങളിലായി നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കണം എന്ന് പറഞ്ഞു. അതിനെയും പിന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിർബന്ധമായും 5 ഘട്ടങ്ങളിൽ ഓർമ്മിക്കണമെന്ന് പറഞ്ഞു. അതേസമയം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫജ്ർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ളുഹ സുന്നത്ത് നമസ്കാരമുണ്ട്. അതേപോലെ ഇശാ നമസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങി നമ്മൾ എഴുന്നേറ്റിട്ട് ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് തഹജ്ജുദ് നമസ്കാരമുണ്ട്. അതേപോലെ വിത്ർ നമസ്കാരമുണ്ട്. അപ്പോ നിർബന്ധ നമസ്കാരത്തിന് മുമ്പും പിൻപുമുള്ള സുന്നത്ത് നമസ്കാരം കൂടാതെ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമസ്കാരങ്ങളുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഇതെല്ലാം എന്തിനാണ്? അള്ളാഹുവിനെ യഥാവിധി ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ പഠിക്കുന്നതിനാകുമ്പോൾ അതിന് ആവർത്തന ഘടന നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം നിങ്ങൾ അതിൽ റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് ആ പാഠം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതേ പാഠം നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യണം. അതേ പാഠം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് റിവൈസ് ചെയ്യണം. അതേ പാഠം വീണ്ടും 1 മാസം കഴിഞ്ഞ് റിവൈസ് ചെയ്യണം. അതേ പാഠം വീണ്ടും 3 മാസമോ 6 മാസമോ കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞു, ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഡിപ്ലോമ ഹോൾഡറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഗതികൾ നാം റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആവർത്തനം, മറവി സ്വാഭാവികമാണ്, ആവർത്തനമാണ് അതിന്റെ പരിഹാരം. അതേസമയം ഇതെല്ലാം ചെയ്തതിന് ശേഷവും നമുക്ക് മറക്കുന്നുവെങ്കിൽ ഇല്ലാ മാഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അത് അള്ളാഹുവിന്റെ മശീഅത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ന് കരുതിയാൽ മതി. അതല്ലാതെ എനിക്ക് ഇത്രയും പ്രായമായി, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞാണ്, എനിക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഒരാൾ അഴകഴമ്പൻ മതം സ്വീകരിച്ചാൽ അത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലാ മാഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. ഷായുടെ പട്ടിക നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഷാഉ, ഷിഇത ഷിഇതും, ഷിഇതു ഷിഇന, യശാഉ യശാഉന, തശാഉ തശാഉന, അശാഉ നശാഉ,
ഹിയ ഷാഅത്ത് ഹിയ തശാഉ. അപ്പോൾ ഇല്ലാമ ഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. ഷാ ഉദ്ദേശിച്ചു. ഖുർആനിൽ 277 പ്രാവശ്യം വന്നിരിക്കുന്ന ഷാ എന്നത് 14 രൂപങ്ങൾ, ഖുർആൻ അറബി ഷാ എന്ന ക്രിയയുടെ 14 രൂപങ്ങളിൽ നിന്നുമാണ് 277 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നഹു യഅലമുൽ ജഹ്റ, ജഹ്റ എന്ന് പറഞ്ഞാൽ പരസ്യമായത് അല്ലെങ്കിൽ വെളിവായത്. ഇന്നഹു യഅലമുൽ ജഹ്റ, അവൻ നിശ്ചയമായും അവൻ പരസ്യമായതിനെ അറിയുന്നുണ്ട്. വമാ യഖ്ഫ, മറഞ്ഞിരിക്കുന്നതും. അപ്പോ യഖ്ഫ എന്നതും റളിയ എന്ന ക്രിയയുടെ അതേ ഘടനയിൽ പെട്ടതാണ്. ഇത് ഖഫിയ യഖ്ഫ, അത് ആവർത്തനം കുറഞ്ഞതായത് കൊണ്ട് ഇവിടെ ടേബിളിൽ ലിസ്റ്റിൽ അത് കൊടുത്തിട്ടില്ല. ലിസ്റ്റിൽ 5 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കുന്നതാണ് ലിസ്റ്റിൽ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ചിലപ്പോൾ അത് അത്രയും പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടാവില്ല. ഖഫിയ യഖ്ഫ എന്നാണ്. റളിയ യർള പറയുന്നത് പോലെ തന്നെ പറഞ്ഞു നോക്കാവുന്നതാണ്. ഇപ്പോൾ ഖഫിയ മറഞ്ഞു, യഖ്ഫ മറഞ്ഞിരിക്കുന്നു, മറയും. വമാ യഖ്ഫ, മറഞ്ഞിരിക്കുന്നത് എന്താണോ അതും അവൻ അറിയുന്നു. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖ്റത്തിൻ. മോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയോളമുള്ള ഒരു വസ്തുവാണെങ്കിൽ പോലും, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖ്റത്തിൻ, അതൊരു പാറയുടെ ഉള്ളിലുള്ളതാണെങ്കിലും, ഔ ഫി സമാവാതി, അല്ലെങ്കിൽ ആകാശത്തിന്റെ ഏതോ ഒരു കോണിലുള്ളതാണെങ്കിലും ശരി, ഔ ഫിൽ അർദി, അല്ലെങ്കിൽ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളതാണെങ്കിലും, യഅതി ബിഹ അല്ലാഹ്, അള്ളാഹു ആ സംഗതിയെ കൊണ്ടുവരും. അള്ളാഹു അത് അറിയുന്നുണ്ട്. ഇന്നല്ലാഹ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, അള്ളാഹു കണ്ണിന്റെ കണ്ടുനോട്ടവും വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതും അറിയുന്നവനാണ്. അതാണ് പറഞ്ഞത് ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. പരസ്യമായത് അവൻ അറിയുന്നു എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പക്ഷേ മറഞ്ഞിരിക്കുന്നതും അവൻ അറിയുന്നു. ജഹ്റ വമാ യഖ്ഫ, ഇതാണ് ഇന്നത്തെ പാഠഭാഗമായി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ വ്യാകരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. വ്യാകരണത്തിന്റെ ഭാഗം സബ്യഹ് എന്ന് പറഞ്ഞു. സബ്യഹ്, സ്തോത്രം ചെയ്യുക അല്ലെങ്കിൽ പരിശുദ്ധിയെ വാഴ്ത്തുക. ഏതിന്റെ പരിശുദ്ധിയെ? ഇസ്മ റബ്ബിക. ഇസ്മ എന്ന് പറഞ്ഞപ്പോ സബ്യഹ് നീ വാഴ്ത്തുക. എന്തിനെയാണ് വാഴ്ത്തേണ്ടത്? ഇസ്മിനെയാണ് വാഴ്ത്തേണ്ടത്. അപ്പോൾ ഇസ്മ എന്തായി? കർമ്മമായി അഥവാ ഒബ്ജക്റ്റ് ആയി. അതുകൊണ്ട് ഇസ്മിന് യഖ്ഫ, അതെ, അല്ല, യഖ്ഫ അല്ല, യഖ്ഫ അല്ല, ക്രിയ യഖ്ഫ അല്ല. ഖഫിയയുടെ ക്രിയാധാതു യഖ്ഫ അല്ല. യഖ്ഫ എന്ന് പറഞ്ഞാൽ അഖ്ഫയാണ്. അഖ്ഫ മറച്ചു വെച്ചു, മറച്ചു, ഗോപ്യമാക്കി. അതിന്റെ ക്രിയാധാതുവാണ് യഖ്ഫ. അതായത് അതെന്താണ്? അൻസല ഗ്രൂപ്പിൽപ്പെട്ടതാണ്, ഇൻസാൽ രൂപത്തിൽ വരുന്നത്. അതേസമയം ഇവിടെ ഖഫിയ യഖ്ഫയാണ്. അപ്പൊ എന്താണ്? ഖഫ്യുൻ എന്ന് വരും. ഖഫ്യുൻ, ഖഫ്യുനാണ് ഖഫിയയുടെ ക്രിയാധാതു. ഓക്കെ. സബ്യഹ് ഇസ്മ റബ്ബിക. അപ്പോ ഇസ്മിന് ഫത്ഹ് വരാൻ കാരണം സബ്യഹ് എന്ന ക്രിയയുടെ കർമ്മം ആയതുകൊണ്ടാണ്. ഇസ്മ റബ്ബിക, റബ്ബിന് കസ്ർ വരാൻ കാരണം ഇസ്മ റബ്ബിക, റബ്ബിന്റെ നാമം. അപ്പോൾ അതെന്താണ്? ഇളാഫത്ത് ആയതുകൊണ്ടാണ് ഇസ്മ റബ്ബിക എന്ന റബ്ബിന് കസ്ർ വന്നത്. അൽ അഅ്ല ഇവിടെ റബ്ബിന്റെ വിശേഷണമാണ്. അൽ അഅ്ല റബ്ബിന്റെ വിശേഷണമാണ്. അൽ അഅ്ല എങ്ങനെ അറിയാം? റബ്ബിന്റെ ഇസ്മിന്റെ വിശേഷണമല്ല എന്നെങ്ങനെ അറിയാം? ഇവിടെയാണ് നമ്മൾ പഠിച്ച സംഗതികൾ എന്ത് ചെയ്യേണ്ടത്? ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇസ്മ ഫത്ഹ് ചെയ്യപ്പെട്ടതാണ്, റബ്ബ് കസ്ർ ചെയ്യപ്പെട്ടതാണ്.
അൽ അഅ്ലയുടെ അന്ത്യം നമുക്ക് അറിയുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇസ്മിന്റെ വിശേഷണമാണോ റബ്ബിന്റെ വിശേഷണമാണോ എന്ന് എങ്ങനെ അറിയാം? അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്ത് ചെയ്യാണ്, ഇതിന് 4 കാര്യങ്ങൾ ശരിയാകണമല്ലോ വിശേഷണമാകണമെങ്കിൽ. അപ്പൊ 4 കാര്യങ്ങൾ ശരിയാകുന്നതിൽ ഒന്നെന്താണ്, നമുക്ക് ഓരോന്ന് നോക്കാം. റബ്ബ് ഏകവചനമാണ്, അൽ അഅ്ലയും ഏകവചനമാണ്. അതേപോലെ റബ്ബ് പുല്ലിംഗമാണ്, അൽ അഅ്ല പുല്ലിംഗമാണ്. പിന്നെ അതെല്ലാം എന്താണ്, ഇസ്മിനും യോജിക്കുന്നുണ്ട്. അതേസമയം റബ്ബ് എന്ന പദം എന്താണ്, നിർണിത നാമമാണ്, സ്പെസിഫിക് ആണ്. എങ്ങനെ അറിയാം സ്പെസിഫിക് ആണെന്ന്? സർവനാമത്തിലേക്ക് അറ്റാച്ച് ചെയ്താൽ എന്തായി, സ്പെസിഫിക് ആയി. അതായത് ഇന്റെ ഉടെ എന്ന അർത്ഥമുള്ള ഏതെങ്കിലും ഒന്നിനോട് ചേർത്താൽ, ഇപ്പൊ ഉദാഹരണം റബ്ബിക്ക എന്ന് പറഞ്ഞാൽ എന്തായി, നിന്റെ രക്ഷിതാവ്, അല്ലെങ്കിൽ റബ്ബുക്ക നിന്റെ രക്ഷിതാവ് എന്നായി. അപ്പൊ അതോടുകൂടി എന്തായി, റബ്ബുൻ എന്ന നാമം ഡെഫിനിറ്റ് അല്ല, റബ്ബുൻ എന്ന നാമം സ്പെസിഫിക് അല്ല, അല്ലെങ്കിൽ ഡെഫിനിറ്റ് അല്ല. അങ്ങനെയുള്ള നാമത്തെ സർവനാമത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതോട് കൂടി എന്തായി, നാമം സ്പെസിഫിക് ആയി, നിർണിത നാമം. ഇത് എഴുതി വെച്ചേക്കുക. ഒരു നാമം വേറെ എന്തിനോടെങ്കിലും അറ്റാച്ച് ചെയ്താൽ അത് ആ നാമം എന്തായി, നിർണിത നാമം അല്ലെങ്കിൽ സ്പെസിഫിക് ആയി തീർന്നു, മഅറൂഫ് ആയി തീർന്നു. നിർണിത നാമത്തിന് പറയുന്ന, അറബിയിൽ പറയുന്ന പേര് മാരിഫയാണ്. മാരിഫ ആയി തീർന്നു. അപ്പോൾ മാരിഫ ആയി തീർന്നു. അത് അറഫ അറിഞ്ഞു, മാരിഫ അറിയപ്പെട്ടത്. അപ്പോൾ എന്തായി, സ്പെസിഫിക് നൗൺ എന്ന അർത്ഥത്തിൽ മാരിഫ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായി, ഒരു നാമത്തെ വേറെ എന്തിനോടെങ്കിലും അറ്റാച്ച് ചെയ്താൽ, ഇവിടെ എന്തിനോട് അറ്റാച്ച് ചെയ്തു, സർവനാമത്തെയോട് അറ്റാച്ച് ചെയ്തു. അപ്പൊ എന്തായി, അത് നിർണിത നാമമായി. അതേപോലെ നാമത്തിന് അൽ ചേർത്താൽ എന്തായി, മാരിഫ ആയി തീർന്നു. ഒരു സാധാരണ നാമത്തെ അൽ ചേർത്താൽ അത് മാരിഫയായി. അപ്പോൾ നമ്മൾ പറഞ്ഞു, നിർണിതമാണെങ്കിൽ എന്താകണം, നാമം നിർണിതമാണെങ്കിൽ അതിന്റെ വിശേഷണവും നിർണിതമായിരിക്കും. അപ്പൊ എന്താ, റബ്ബിക്ക എന്ന് പറഞ്ഞ എന്താണ്, നിർണിതമാണ്, അൽ അഅ്ലയും നിർണിതമാണ്. അപ്പം ഉന്നതൻ എന്ന് പറഞ്ഞത് ഏതിനെ കുറിച്ചാണ്, നാഥന്റെ ഉന്നതമായ നാമമല്ല, നിന്റെ നാഥന്റെ ഉന്നതമായ നാമത്തെ നീ വാഴ്ത്തുക എന്നല്ല പറഞ്ഞു. മറിച്ച് എന്താണ്, ഉന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ വാഴ്ത്തുക. ഇവിടെയാണ് നമ്മൾ പഠിക്കുന്ന വ്യാകരണം നമുക്ക് ഫലം ചെയ്യുന്നത്. കേട്ടോ, ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം അത് സംബന്ധമായി. അല്ലദീ ഖലഖ ഫസവ്വ, ഇവിടെ നമുക്ക് വ്യാകരണം ഒന്നും കണ്ടെത്താൻ കഴിയില്ല. വ്യാകരണം ഉണ്ട് അവിടെ, പക്ഷേ അല്ലദീ ഖലഖ ഫസവ്വ നമ്മൾ പഠിച്ച രീതിയിൽ ഇവിടെ പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളത്. മാത്രമല്ല അത് അറിയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യാം. വല്ലദീ ഖദ്ദറ ഫഹദ, അവിടെയും ആ പറഞ്ഞതുപോലെ തന്നെയാണ്. വല്ലദീ അഖ്റജൽ മർഅ എന്ന് പറഞ്ഞിടത്തും എന്താണ്, അഖ്റജ എന്നത് ക്രിയയാണ്, അതിന്റെ കർമ്മമാണ് അൽ മർഅ. അഖ്റജൽ മർഅ, നേച്ചർ പുറത്തെ അവൻ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു. പക്ഷേ ഇവിടെ മർഅയുടെ അവസാനത്തെ ഫത്തഹ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അത് ദുർബലാക്ഷരമാണ്. മർഅയുടെ അവസാനത്തെ യാന്റെ കൂടത്തിലുള്ള അലിഫാണ് അവസാനത്തെ അക്ഷരം, അല്ലാതെ ഐനിന്റെ മുകളിലേക്കുള്ള ഫത്തഹ അല്ല ഇവിടെ കർമ്മത്തിന്റെ അടയാളം. ഫജഅലഹു ഗുസാഅൻ അഹ്വ, അപ്പോ ഇവിടെ എന്തായി, ഫജഅലഹു, എന്നിട്ട് അവൻ അതിനെ ആക്കി, ഏതിനെ ആക്കി, ആ മർആയ ആക്കി. അപ്പൊ ഇവിടെ ജഅലഹു, അതിനെ ആക്കി. ജഅല എന്നത് ക്രിയയാണ്. ജഅലയുടെ ഒന്നാമത്തെ കർമ്മമാണ് ജഅലയുടെ അവസാനത്ത് ചേർന്ന് വന്ന സർവനാമം. കാരണം ഏതൊരു ക്രിയയുടെയും അവസാനം സർവനാമം ചേർന്ന് വന്നാൽ അതെന്തായിരിക്കും, അത് അതിന്റെ ഒന്നാമത്തെ കർമ്മമായിരിക്കും, ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ജഅല അവനാക്കി, ഏതിനെ ആക്കി, ഹു, അതിനെ ആക്കി. അത് മർആയെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്, പക്ഷെ ഇവിടെ ഹു ആണുള്ളത്. അപ്പോൾ ആ ഹു ആണ് ഇതിന്റെ ഒന്നാമത്തെ കർമ്മം. പക്ഷെ ഹു എന്നല്ല എഴുതേണ്ടത്, അത് ഹുവയാണ് കേട്ടോ. ഇവിടെ കിടക്കുന്ന വാവല്ല. ജഅലഹു അല്ലെങ്കിൽ ലറബഹു, നമ്മൾ പഠിച്ച നസറഹു ഉണ്ടല്ലോ, ആ നസറഹു എന്ന് പറഞ്ഞാൽ നസറ പ്ലസ് ഹുവയാണ്. അപ്പൊ നമ്മൾ ജഅലയുടെ അവസാനം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹുവയാണ് ഒന്നാമത്തെ കർമ്മം. എന്താക്കി മാറ്റി, ഹുസാഅൻ, ചവറാക്കി മാറ്റി. ഹുസാഅൻ ചവറാക്കി മാറ്റി.
അപ്പോ ആ ചവർ എന്താണ്? രണ്ടാമത്തെ കർമ്മം. ഹുസാ രണ്ടാമത്തെ കർമ്മമാണ്. അഹ്വ എന്നത് ഹുസാന്റെ വിശേഷണമാണ്. പക്ഷെ ഇവിടെ നമുക്ക് അടയാളം വെളിവാകാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. നൊക്കരി ഉ നാം മോദി തരും ക നിനക്ക്. അപ്പൊ നൊക്കരി ഉവിന്റെ കർമ്മമാണ് ക. ലാ തൻസ എന്ന് പറയുന്നത് എന്താണ്? അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ വിശദാംശം നമ്മൾ പോകുന്നില്ല. ഇല്ലാമാ ഷാ അള്ളാഹു. ഷാ അള്ളാഹു. ഷാ എന്നത് ക്രിയയാണ്, അതിന്റെ കർത്താവാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു എന്ന നാമത്തിന് അവസാനം ലമ്മത്ത് വന്നിരിക്കുന്നത്. ഇന്നഹു യഅലമുൽ ജഹ്റ. ഇന്നഹു യഅലമുൽ ജഹ്റ. യഅലമു അവൻ അറിയുന്നു, അൽ ജഹ്റ പരസ്യമായത്. യഅലമു അവൻ അറിയുന്നു. യഅലമുവിന്റെ കർത്താവ് ആരാണ്? ജഅലമുൽ ഒളിഞ്ഞിരിക്കുന്ന ഹുവയാണ് അതിന്റെ കർത്താവ്. അതിന്റെ കർമ്മം അൽ ജഹ്റാണ്. അതുകൊണ്ടാണ് കർമ്മത്തിന്റെ അടയാളമായ ഫത്തഹത്തെ അവിടെ പുറമേ കാണുന്നത്. വമാ യഖ്ഫ എന്ന് പറഞ്ഞപ്പോൾ ജഹ്റ എന്ന് പറഞ്ഞതുപോലെ തന്നെ വമാ യഖ്ഫ എന്നതിന്റെയും അവസാനം ഫത്തഹത്താണ്. ഈ കാണുന്ന ഫത്തഹത്തല്ല, നേരത്തെ പറഞ്ഞതുപോലെ തൻസയിലുള്ള ഫത്തഹത്ത് പോലെ അല്ല, മറആയിലുള്ള ഫത്തഹത്ത് പോലെ തന്നെ ഈ കാണുന്ന ഫത്തഹത്തല്ല. ഇവിടെ ഇതിന്റെ അവസാനത്തിലുള്ള ഒരു ഫത്തഹത്തുണ്ട്. അതാണ് ഇവിടെ പ്രത്യക്ഷമാകാത്തത്. അത് ദുർബലാക്ഷരമായതുകൊണ്ട് അത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഒമാ യഖ്ഫ, അതായത് അലിഫാണ് അവിടെ. അലിഫിന്റെ മുകളിൽ ഒരു അടയാളവും വെളിവാകുന്നതല്ല. ദുർബലാക്ഷരമായ അലിഫിന്റെ മുകളിൽ ഒരു അടയാളവും അലിഫിന്റെ മുകളിലല്ല, താഴെയായിരുന്നാലും ഒരു അടയാളവും വെളിവാകുന്നതല്ല. അപ്പോ ഒമാ യഖ്ഫ, അതുകൊണ്ടാണ് അങ്ങനെ ഒമാ യഖ്ഫ ആയത് അവസാനം നമുക്ക് വ്യക്തമായി മനസ്സിലാകാം. ഇതാണ് ഇതിൽ പറയേണ്ട വ്യാകരണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞത് ചോദിച്ചോളൂ. മൈക്ക് ഓൺ ചെയ്ത ആൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യാം. ഇല്ല. ഇനി നമുക്ക് ഡയമണ്ട് സെഷനിൽ, ഗോൾഡൻ കഴിഞ്ഞിട്ട് ഡയമണ്ട് സെഷനിൽ നമുക്ക് പഠിക്കേണ്ടത് കാന വഅഖ്വാത്തുഹായുടെ ആവർത്തനമാണ്. മൈക്ക് ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യണം. ചോദിക്കാനുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, മൈക്ക് ഓൺ ചെയ്യാവൂ. പിന്നെ ചിലപ്പോൾ നിങ്ങൾ രണ്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ എക്കോ എന്തായാലും ഉണ്ടാവും. ഒരാള് ഹസ്ബൻഡും വൈഫും അപ്പുറം ഇപ്പുറം ഇരുന്ന് രണ്ട് ഫോൺ നോക്കുകയാണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, മൈക്ക് ഓൺ ചെയ്താൽ അതിന്റെ എക്കോ ഇവിടെ വരും. അൻപത്തയുടെ ക്രിയാധാതു ഇൻബാത്ത്. അൻപത്ത യുൻബിത്തു ഇൻബാത്ത്. അൻസൽ യുൻസിൽ ഇൻസാൽ എന്ന് പറയുന്ന പോലെ അൻപത്ത യുൻബിത്തു ഇൻബാത്ത്. പിന്നെ ചില ക്രിയകളുടെ എല്ലാ രൂപങ്ങളും ഭാഷയിൽ ഉപയോഗിച്ചു കൊള്ളണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇൻബാത്ത് എന്ന വാക്ക് നമ്മൾ അപരിചിതമായിട്ട് തോന്നും. പക്ഷെ ക്രിയ പറയുമ്പോൾ അതിന്റെ ഘടന പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം. ഉദാഹരണം, അസ്ജബ യുഅസ്ജിബു, തഅദീബ് എന്നാണ്. അസ്ജബ ശിക്ഷിച്ചു, അതിന്റെ ക്രിയാധാതു തഅദീബ്, ശിക്ഷിക്കൽ എന്നാണ് വരുന്നത്. പക്ഷേ യുഅസ്ജിബുഹു വലാ യുഅസ്ജിബുഹു അസാബഹു അഹദ് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. അവന്റെ ശിക്ഷ വേറെ ആരും ശിക്ഷിക്കുകയില്ല എന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ തഅദീബഹു എന്നാണ് അതിന്റെ ആശയം. അപ്പോൾ തഅദീബിന് പകരം അതേ ആശയമുള്ള അജാബ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വരാം. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അൻപത്ത് ഇൻബിത്തു ഇൻബാത്ത് ക്രിയാധാതുവാണ്, പക്ഷേ നമ്മളത് കേട്ടിട്ട് പരിചയമില്ലാത്തതായിട്ട് തോന്നും. ആ ക്രിയാധാതു പ്രചാരമായിക്കൊള്ളണമെന്നില്ല, ഭാഷയിൽ അങ്ങനെ അധികമായി ഉപയോഗിക്കുന്നതായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി കാനയുടെ സിമ്പിൾ റിവിഷൻ ആണ്.
അന്ന് കാന പഠിപ്പിക്കുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞിരുന്നു കാന പഠിപ്പിക്കേണ്ടതില്ല, പിന്നെ പഠിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യാം എന്ന് പറഞ്ഞത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് കാന ഉൾക്കൊള്ളുന്ന വാക്യം നാമവാക്യമായിരിക്കും. കാന ഉൾക്കൊള്ളുന്ന വാക്യം നാമവാക്യമായിരിക്കും. അതായത് നാമവാക്യത്തിലാണ് കാന കടന്നു വരുന്നത്. നോമിനൽ സെന്റൻസ് എന്ന് പറയും. ഇംഗ്ലീഷിൽ നോമിനൽ സെന്റൻസസ് ഇല്ല. ഇംഗ്ലീഷിൽ സെന്റൻസ് എപ്പോഴും ഒരു സെന്റൻസിൽ എപ്പോഴും ഒരു വെർബ് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ അത് ഓക്സിലറി വെർബ് ആയിരുന്നാലും മതി, ഈസ്, ആർ, ആം പോലുള്ളതായിരുന്നാലും മതി. അതേസമയം അറബി ഭാഷയിൽ അൽ ബുസ്താനു ജമീലുൻ രണ്ടും എന്താണ്? നൗൺസ് ആണ്. അപ്പൊ എന്തായി? രണ്ട് നൗണുകളും ചേർത്തിട്ട് ഒരു സെനൻസ് ആയി, മീനിങ് സെനൻസ് ആയി, മീനിങ് ആൻഡ് കംപ്ലീറ്റ് സെനൻസ് ആയി. അപ്പോ അതിൽ വെർബ് അനിവാര്യമല്ല. അങ്ങനെയുള്ള സെന്റൻസിലാണ്, വാക്യങ്ങളിലാണ് കാന കടന്നു വരുന്നത്. അപ്പോ കാന കടന്നു വന്നു കഴിഞ്ഞാൽ സെന്റൻസിൽ നാമവും ഉണ്ടാവും, അതിന്റെ പ്രാരംഭ പദവും ഉണ്ടാവും, ഉപസംഹാര പദവും ഉണ്ടാവും. പ്രാരംഭ പദവും ഉപസംഹാര പദവും. ഇപ്പൊ ഉദാഹരണം, ഇവിടെ അൽ ബുസ്താനു ജമീലുൻ എന്ന് പറഞ്ഞു. അൽ ബുസ്താനു ജമീലുൻ രണ്ട് വാക്കെങ്കിലും വേണം അങ്ങനെ നാമവാക്യമാകുമ്പോൾ. അല്ല ക്രിയാവാക്യമാണെങ്കിൽ ടി എന്ന ഒറ്റ വാക്ക് പറഞ്ഞതോടുകൂടി എന്തായി? നീ സൂക്ഷിക്കൂ എന്നായി. അപ്പോൾ ആശയം നൽകുന്ന ഒരു വാക്യം ഒരു പദത്തിലൂടെയും അല്ലെങ്കിൽ ഒരു അക്ഷരത്തിലൂടെയും നമുക്ക് പ്രകടിപ്പിക്കാം. പക്ഷെ നാമവാക്യമാകുമ്പോൾ രണ്ട് നാമങ്ങൾ അവിടെ ഉണ്ടാകണം. അൽ ബുസ്താനു എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമമാണ്. ജമീലൻ എന്ന് പറയുന്നത് രണ്ടാമതൊരു നാമമാണ്. അപ്പോൾ അൽ ബുസ്താൻ എന്ന് പറഞ്ഞതാണ് ഇവിടെ പ്രാരംഭനാമം. പ്രാരംഭനാമം എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അതിന് പ്രാരംഭ പദം എന്ന് പറയാം. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, അത് ഉപസംഹാര പദം എന്നും പറയാം. അപ്പൊ ഇവിടെ സംസാരിക്കുന്നത് അൽ ബുസ്താനെ കുറിച്ചാണ്. അൽ ബുസ്താനെ കുറിച്ച് എന്ത് പറയുന്നു? ജമീലാണ് എന്ന് പറയുന്നു. അൽ ബുസ്താനു ദ ഗാർഡൻ ജമീലുൻ ഈസ് ബ്യൂട്ടിഫുൾ. അതിൽ കാന കടന്നു വന്നാൽ, അപ്പൊ അൽ ബുസ്താനു ജമീലുൻ എന്ന് പറഞ്ഞ നാമവാക്യമാണ്. അപ്പൊ നാമവാക്യത്തിൽ അടിസ്ഥാനപരമായും പ്രാരംഭ പദത്തിനും ഉപസംഹാര പദത്തിനും എന്ത് അടയാളമാണ് ഉണ്ടാകേണ്ടത്? ലമ്മത്താണ് ഉണ്ടായിരിക്കേണ്ടത്. അൽ ബുസ്താനു ജമീലുൻ, അൽ ഉസ്താദു വാഖിഫുൻ, അൽ വലദു ജാലിസുൻ. ഇപ്പൊ എന്താണ്? അടിസ്ഥാനപരമായും അത് ലമ്മത്തുള്ളതായ രണ്ട് പദങ്ങളായിരിക്കും ഈ നാമവാക്യത്തിലെ പദങ്ങൾ അടിസ്ഥാനപരമായി. അങ്ങനെയുള്ള നാമവാക്യത്തിൽ കാന പ്രവേശിച്ചാൽ അല്ലെങ്കിൽ കാന ഉൾപ്പെട്ടാൽ അതിനെന്ത് സംഭവിക്കും? അതില് ലമ്മത്ത് രണ്ടാമത്തെ പദത്തിന്റെ അഥവാ ഉപസംഹാര പദത്തിന്റെ ലമ്മത്ത് മാറിയിട്ട് ഫതഹത്ത് വരും. കാനൽ ബുസ്താനു ജമീലൻ. അപ്പൊ കാനയുടെ അർത്ഥം കൂടി അതിൽ വരും. അൽ ബുസ്താനു ജമീലുൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. കാനൽ ബുസ്താനു ജമീലൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം ഭംഗിയുള്ളത് ആയിരുന്നു. ടു വാസ് ആയിരുന്നു. കാനൽ ബുസ്താനു ജമീലൻ. അപ്പൊ കാന വന്നു കഴിഞ്ഞാൽ പ്രാരംഭ പദത്തിന് ഒന്നും വരുന്നില്ല, ഒരു മാറ്റവും വരുന്നില്ല. എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് ജമീലാണ് എന്ന് പറയുന്നു, ഭംഗിയുള്ളതാണ് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ആ ജമീലിന് എന്ത് ചെയ്യണം? അതിന്റെ ലമ്മത്ത് മാറ്റിയിട്ട് ഫതഹത്ത് കൊടുക്കണം. കാനൽ ബുസ്താനു ജമീലൻ. പിന്നെ ഇവിടെ ഫതഹാണോ ഫതഹ് തൻവീനാണോ എന്നത് വിഷയമല്ല. അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന ലമ്മ തൻവീൻ ആണെങ്കിൽ ലമ്മ തൻവീൻ മാറ്റിയിട്ട് ഫതഹ് തൻവീൻ കൊടുക്കണം. അത്രയേ ഉള്ളൂ. അൽ ബുസ്താനു ജമീലുൻ, കാനൽ ബുസ്താനു ജമീലൻ. കാനല്ലാഹു വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്ന് പറയും. ഇവിടെ കാനൊന്നുമില്ല. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. അത് കാന ഉപയോഗിച്ച് വന്നപ്പോഴോ നേരത്തെ പറഞ്ഞത് അൽ ബഖറയിലെ 265 സൂക്തമാണ്, വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്ന് പറയുന്നത്. അതേസമയം അൽ അഹ്സാബ് 9 സൂക്തത്തിൽ കാന വന്നിരിക്കുന്ന പദം ഇങ്ങനെയാണ്. ഭാഗം
കാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. കാന അല്ലാഹു, അപ്പൊ കാന ഉപയോഗിച്ച് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് ലമ്മത്ത് തന്നെയാണ്, കാരണം അതിന്റെ അടിസ്ഥാന അടയാളം ലമ്മത്താണ്. ബിമാ തഅമലൂന എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ലഘു വിശദീകരണമാണ്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ബസീറൻ എന്ന് പറയുന്നു, നന്നായി കാണുന്നവനാണ്. അതേസമയം കാന ഇല്ലാതെ വന്നപ്പോ എന്ത് പറഞ്ഞു? വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. കാന വന്നപ്പോഴോ കാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, അവിടെ ഫത്തഹ് തൻവീനായി. അപ്പൊ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ ലമ്മ തൻവീനായിരുന്നത് അത് മാറിയിട്ടുണ്ടായി ഫത്തഹ് തൻവീനായി, അല്ലെങ്കിൽ തൻവീനുൽ ഫത്തഹായി മാറി. ഇനി ഇതെല്ലാം ഖുർആനിക സൂക്തങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വല്ലാഹു ഗഫൂറുർ റഹീം, ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം വല്ലാഹു ഗഫൂറുർ റഹീം. അതേസമയം കാന വന്നു കഴിഞ്ഞാലോ വകാന അല്ലാഹു ഗഫൂറർ റഹീമ, വകാന അല്ലാഹു ഗഫൂറർ റഹീമ. കാന വന്നാൽ എന്തിനെ കുറിച്ച് പറയുന്നു എന്ന നാമത്തിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ആ നാമത്തെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് പറയുന്നിടത്ത് ഫത്തഹ് തൻവീൻ കൊടുക്കണം, ഫത്തഹത്താക്കി മാറ്റണം. അവിടെ തൻവീൻ ഉണ്ടായിരുന്നെങ്കിൽ തൻവീൻ വരും, ഫത്തഹത്ത് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഫത്തഹത്ത് മാത്രം വരും. അതുകൊണ്ടാണ് വല്ലാഹു വകാന അല്ലാഹു ഗഫൂറർ റഹീമ എന്ന് കൊടുത്തിരിക്കുന്നത്. വല്ലാഹു, മറ്റൊരു ഉദാഹരണം വല്ലാഹു അലീമുൻ ഹകീം. ചില സ്ഥലങ്ങൾ നമുക്ക് കാണാം വല്ലാഹു അലീമുൻ ഹകീം. കാന ചേർന്ന് വന്നാലോ വകാന അല്ലാഹു അലീമൻ ഹകീമ, വകാന അല്ലാഹു അലീമൻ ഹകീമ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാന അല്ലാഹു അലീമൻ, ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ഹകീമൻ യുക്തിമാനുമാണ്. ഓക്കെ, അപ്പോ അത് ഈ അള്ളാഹുവിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നിടത്ത് ഫതഹത്ത് കൊടുത്തു. വകാന അംറുല്ലാഹി മഫ്ഊല, ഇത് ഒരു സ്ഥലത്ത് കാണാം. അതേസമയം കാന വന്നിട്ടുണ്ടെങ്കിൽ വകാനൽ ഇൻസാനു അജൂല, വകാനൽ ഇൻസാനു അജൂല. ഇപ്പൊ എന്തായി? ഇൻസാൻ ദമ്മത്തുള്ളതും അജൂലൻ ഫതഹത്തുള്ളതുമായി മാറി. അലീമൻ ഹക്കീമൻ ഗഫൂറർ റഹീമൻ പോലെ. അടുത്തത് മാ കാന ഇബ്രാഹീമു യഹൂദിയ്യ, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യ. ഇബ്രാഹിം ഒരു ജൂതൻ അല്ലായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ ഇതേവരെ പറഞ്ഞതെല്ലാം കാനായിരുന്നു, പോസിറ്റീവാണ്. ഈ കാന നെഗറ്റീവായിട്ടും വരാം. കാന ഇബ്രാഹിം, മാ കാന ഇബ്രാഹിമു, അപ്പോ ഇബ്രാഹിം ആയിരുന്നില്ല യഹൂദിയൻ, ജൂതനായിരുന്നില്ല. കാന അന്നാസു ഉമ്മതൻ വാഹിദ, അപ്പോ കാന വന്നു കഴിഞ്ഞാൽ ഉമ്മതൻ വാഹിദതൻ എന്നായി മാറും. നാസിന് വ്യത്യാസമൊന്നുമില്ല. കാന നാസു, പിന്നീട് ഉമ്മത്തൻ വാഹിദത്തൻ എന്നിടത്ത് രണ്ട് സ്ഥലത്തും ഫതഹത്തായി മാറും. ഇത് കുറച്ച് നീളമുള്ള ആയത്തിലാണെങ്കിലോ അങ്ങനെയും വരാം. അപ്പോൾ നീ പറയുക ഇൻകാന ആബാഅക്കും വഅബ്നാഅക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദുൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി എന്നാണ് ഭാഗം. അപ്പോ ഇവിടെ ഇങ്ങനെയാണെന്ന് വായിച്ചു നോക്കുക, അർത്ഥം നിങ്ങൾ വായിച്ചു നോക്കുക. ഇൻകാന ആബാഅക്കും, നിങ്ങളുടെ പിതാക്കളും, വഅബ്നാഅക്കും നിങ്ങളുടെ മക്കളും, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാരും, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളും, വഅശീറത്തുക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികളും, വഅംവാലിൻ ഇഖ്തറഫ്തുമുഹാ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന പണവും, തിജാറത്തുൻ തഖ്ശൗന കസാദഹാ മാന്യം സംഭവിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും, മസാകിൻ തർളൗനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനവും. അഹബ്ബ ഇലൈക്കും, ഇവയാണ് നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിൽ, മിനല്ലാഹി വറസൂലിഹി അള്ളാഹുവിനേക്കാളും അവന്റെ ദൂതനേക്കാളും നിങ്ങൾക്ക് ഇവയെല്ലാമാണ് നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി അള്ളാഹു തന്റെ ശിക്ഷയുടെ കൽപ്പനയുമായി വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക.
അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്തായി, കാനയോട് ചേർന്നാണ്. കാന കഴിഞ്ഞ ഉടനെ ആബാഉക്കും അബ്നാഉക്കും ഇഖ്വാനുക്കും, അപ്പൊ ആബാഉക്കും വന്നു, പിന്നെ അതിനോടൊപ്പം വാ ചേർന്നപ്പോൾ അതിന്റെ അടയാളമായ അബ്നാഉക്കും വന്നു, പിന്നെ ഇഖ്വാനുക്കും വന്നു, അസ്വാജുക്കും അശീറത്തുക്കും അംവാലിൻ ഇഖ്തറഫ്തുമുഹ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ വമസാകിന തർളൗനഹ. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് അഹബയിലേക്കും എന്ന് പറയും. അപ്പൊ ഇത്രയും സംഗതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അഹബയിലേക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് അതാണ് ഉത്തമമെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹു തന്റെ കൽപ്പന നടപ്പാക്കുന്നവരെ, ശിക്ഷ നടപ്പാക്കുന്നവരെ നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക. ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. ഇനി മാക്കാന ഇബ്രാഹിമിന്റെ ഒരു വിശദീകരണം. മാക്കാന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞെല്ലാം പോസിറ്റീവായിരുന്നു. കാന നാസ് ഉമ്മത്തൻ വാഹിദത്തൻ കാന അല്ലാഹു സമീഅൻ അലീമൻ. അവിടെയൊക്കെ എന്തായിരുന്നു? കാന പോസിറ്റീവായിരുന്നു. അതേസമയം ഇവിടെയോ മാക്കാന ആയിരുന്നിട്ടില്ല. അപ്പൊ ആയിരുന്നിട്ടില്ല എന്ന് പറയുന്നിടത്തും നിയമം ഇത് തന്നെയാണ്. ഇവിടെ അർത്ഥമല്ല നോക്കുന്നത്. കാന വന്നിട്ടുണ്ട്, കാന ഉപയോഗിച്ച് പറയുന്നത് നാമം ഏതാണ്, ആ നാമത്തിന് ലമ്മത്ത് കൊടുക്കണം. അതേപോലെ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിന് എന്ത് ചെയ്യണം? ഫത്തഹത്തും കൊടുക്കണം. അപ്പോ മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ, ഇബ്രാഹിം ജൂതൻ ആയിരുന്നില്ല. മാക്കാനൽ മുഅ്മിനൂന, മാക്കാനൽ മുഅ്മിനൂന, കാന കഴിഞ്ഞിട്ട് ഏത് നാമത്തെ കുറിച്ചാണോ പറയുന്നത് ആ നാമം എന്തായിരിക്കണം? ലമ്മുള്ളതായിരിക്കണം. മുഅ്മിനൂന എന്ന നാമം ലമ്മുള്ളതാണോ ഫത്തഹുള്ളതാണോ? മിമ്മ കാന ഫീഹി, മിമ്മ കാന ഫീഹി എങ്ങനെ വരുമെന്നാണ്. മിമ്മ കാന ഫീഹി വരുമ്പോ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കാന ഉപയോഗിച്ച് അവർ രണ്ടുപേരെയും കുറിച്ചാണ് പറയുന്നത്. അത് അവിടെ എന്താകുന്നില്ല? കാന അവർ രണ്ടുപേരും ആയിരുന്നു എന്നതുകൊണ്ട് അവിടെ എന്ത് വരുന്നില്ല? അവിടെ കാനയ്ക്ക് ശേഷം കാന ഉപയോഗിച്ച് പറയുന്ന നാമത്തിന്റെ ലമ്മത്ത് വെളിവാകുന്ന വിഷയം വരുന്നില്ല. കാന എന്നതുകൊണ്ട് കാന വന്നു. കാന മിമ്മ കാന ഫീഹി. പിന്നീട് വന്ന എന്താണ്? ഫീഹി എന്ന വാക്കാണ്. അപ്പൊ അവിടെയും നമുക്ക് അടയാളത്തെ വെളിവായി പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുകയില്ല. അപ്പൊ അടയാളങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്തവയെ കുറിച്ച് നമ്മൾ എന്തായാലും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. കാരണം എന്താണ്? ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമായ സംഗതികൾ ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അപ്രത്യക്ഷമായവയെ കുറിച്ച് പഠിക്കുക. മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ. അപ്പൊ ഇബ്രാഹിമു എന്നത് ലമ്മും യഹൂദി എന്നുള്ളത് ഫത്തഹത്ത് ചെയ്യപ്പെട്ടതുമാണ്. അപ്പൊ അതേപോലെ തന്നെ മാക്കാന വന്നിട്ടുണ്ട്. മാക്കാനൽ മുഅ്മിനൂന. അപ്പൊ മാക്കാനയ്ക്ക് ശേഷം വരുന്ന ഇബ്രാഹിമിനോട് ലമ്മാണല്ലോ വന്നത്. മാക്കാനൽ മുഅ്മിനൂന എന്ന് പറഞ്ഞതും എന്താണ്? ലമ്മ് ചെയ്യപ്പെട്ടതാണ്. മുഅ്മിനൂന ഫത്തഹ് ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ കസ്ർ ചെയ്യപ്പെട്ടോ ആണെങ്കിൽ മുഅ്മിനീന എന്നാണ് വരിക. അപ്പോ വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫത്തൻ, സത്യവിശ്വാസികൾ ഒന്നടങ്കം ജിഹാദിനായി പുറപ്പെടേണ്ടതില്ല, അതാണ് വിഷയം. കാന അക്സറുഹും മുശ്രിക്കീൻ. ഇപ്പൊ മാക്കാനയുടെ ഭാഗം കഴിഞ്ഞു, മാക്കാനയുടെ ഭാഗം കഴിഞ്ഞു. കാന അക്സറുഹും മുശ്രിക്കീൻ. അവിടെ വരുമ്പോ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അക്സറിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരിൽ അധിക പേരും. അപ്പൊ അധിക പേർ എന്ന് സൂചിപ്പിക്കുന്ന അക്സറിനെ കുറിച്ചാണ് കാന ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരെ കുറിച്ച് എന്ത് പറഞ്ഞു? മുശ്രിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോ എന്തിനെ കുറിച്ച് പറഞ്ഞോ അതിന് ലമ്മ് കൊടുക്കണം. അപ്പൊ അക്സറു എന്നതിന് ലമ്മ് കൊടുത്തു, അക്സറുഹും. മുശ്രിക്കീൻ എന്നിടത്ത് എന്ത് ചെയ്യണം?
ഫത്തഹത്ത് കൊടുക്കണം. അപ്പോ മുശ്രിക്കൂൻ എന്നതിന് ഫത്തഹ് ചെയ്യപ്പെട്ടാൽ എന്തായി? മുശ്രിക്കീൻ എന്നായി. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്. അക്കണക്കിനാണ് ഇവിടെ കാന അക്സറുഹും മുശ്രിക്കീൻ എന്ന് പറയുന്നത്. അടുത്ത് ഒമാ കാന അക്സറുഹും മുഅ്മിനീൻ, നേരത്തെ പറഞ്ഞതുപോലെ കാന അക്സറുഹും മുശ്രിക്കീൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കാന ഒമാ കാന അക്സറുഹും, അവരിൽ അധിക പേരും ആയിരുന്നിട്ടില്ല മുഅ്മിനീൻ വിശ്വാസികൾ. അപ്പൊ കാന ഉപയോഗിച്ച് പറയുന്നത് അക്സറിനെ കുറിച്ചാണ്. അക്സറിന് ലമ്മ കൊടുത്തു. മുഅ്മിനീൻ എന്നാണ്. എന്തായിരുന്നു? അവരിൽ അധിക പേരും എന്തായിരുന്നു എന്നാണ് പറയുന്നത്? വിശ്വാസികൾ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. വിശ്വാസികൾ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ മുഅ്മിനൂൻ എന്നതിന് പകരം മിനീൻ എന്ന് കൊടുത്തു. മാ കാന അക്സറുഹും മുഅ്മിനീൻ. ഇന്നഹു കാന തവ്വാബ, ഇത് നിങ്ങളെ കുഴക്കിയിട്ടുണ്ടാകും. ഇന്നഹു കാന തവ്വാബ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിന് ശേഷം ഇത് ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നഹു കാന തവ്വാബ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പഠിച്ചെല്ലാം പാടും. അപ്പൊ ഇന്നഹു കാന തവ്വാബ നോക്കുക. ഇവിടെ കാനയ്ക്ക് ശേഷം വരുന്ന നാമത്തിന് ഫത്തഹ് വന്നിരിക്കുകയാണ്. എന്താ കാരണം? കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തീർച്ചയായും അവൻ. അപ്പൊ അവനെ കുറിച്ചാണ് പറയുന്നത്. കാന ഉപയോഗിച്ച് അവനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇന്നഹു എന്നുള്ളത് ഇന്നയുടെ കൂടെ മുമ്പേ പറഞ്ഞു പോയി. പിന്നെ എന്താണ് പറയേണ്ടത്? ഇന്നഹു കാന തവ്വാബ. കാന ഉപയോഗിച്ചു ഹുവയെ കുറിച്ച് പറഞ്ഞു, അതായത് അവനെ കുറിച്ച് പറഞ്ഞു. അവൻ എന്താണെന്നാണ് പറഞ്ഞത്? തവ്വാബാണ് എന്നാണ് പറഞ്ഞത്. ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു? തവ്വാബിന് ഫത്തഹത്ത് കൊടുത്തു. കാന ഉപയോഗിച്ച് പറഞ്ഞത് ഹുവയാണ്. ആ ഹുവ ഇന്നയുടെ കൂടെ ചേർന്ന് കിടക്കുകയാണ്. പിന്നീട് പറഞ്ഞത് കാന ഉപയോഗിച്ചു അവനെ കുറിച്ച് എന്ത് പറഞ്ഞു? തവ്വാബാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തവ്വാബിന് ഫത്തഹ് തൻവീൻ കൊടുത്തു. ഇന്നഹു കാന തവ്വാബ. പിന്നെ ഫുതിഹത്തി സമാഉ ഫകാനത്ത് അബ്വാബ. ഇവിടെയും അതേ സംഗതി തന്നെയാണ്. നമ്മൾ കാനയ്ക്ക് ശേഷം വരുന്ന ഒരു നാമത്തിന് ലമ്മും പിന്നെ ഒരു നാമത്തിന് കസ്റും അല്ലെങ്കിൽ ഫത്തഹ് അങ്ങനെ പഠിക്കണ്ട. അതേസമയം കാന ഉപയോഗിച്ച് പറയുന്നത് എന്തിനെ കുറിച്ചാണോ അതിന് ലമ്മത്തും അതിനെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതിന് ഫത്തഹത്തുമാണ് വേണ്ടത്. അപ്പൊ ഇവിടെ സൂറത്ത് നബയിലോ ഫുതിഹത്തി സമാഉ, ആകാശം തുറക്കപ്പെട്ടു. ഫകാനത്ത് അബ്വാബ, അങ്ങനെ അത് അബ്വാബായി തീർന്നു, വാതായനങ്ങളായി തീർന്നു. കാനത്ത് അങ്ങനെ ആയിത്തീർന്നു. അബ്വാബൻ വാതായനങ്ങൾ അല്ലെങ്കിൽ വാതിലുകളായി തീർന്നു. അപ്പൊ ഇവിടെ ഫുതിഹത്ത് സമാഉ ഫകാനത്ത് അബ്വാബ. അപ്പൊ കാനത്ത് അത് ആയി തീർന്നു. അപ്പൊ കാന വെച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അത് ആയി തീർന്നു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് അബ്വാബായി തീർന്നു എന്ന് പറയുന്നു. അപ്പോ എന്തിനെ കുറിച്ച് പറയുന്നു? അതിന് ലമ്മും അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിന് ഫത്തഹത്തുമാണല്ലോ വേണ്ടത്. ഇവിടെ ലമ്മത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അവിടെ ലമ്മത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഫകാനത്ത് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. അബ്വാബ, അങ്ങനെ അത് വാതായനങ്ങളായി തീർന്നു. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത്. ഇന്നയും കാനയും ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിലേക്ക് പരീക്ഷ നടന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ഇനി ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത ഗ്രാമർ അടുത്ത പ്രാവശ്യം നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറും 15 മിനിറ്റും ആയിട്ടുണ്ട് ക്ലാസ്. ഓക്കെ, ഡൗട്ടുകളൊന്നുമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. എല്ലാ ദിവസവും അര പേജ് വായിച്ച് എനിക്കറിയുന്ന പദങ്ങൾ നോക്കുക, അത് വർക്കൗട്ട് ചെയ്യുക. നോ ഡൗട്ട്സ് എന്നാണ് അബൂബക്കർ മാഹിൻ പറയുന്നത്. സംശയ ലേശമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാകപ്പിഴവുള്ള അള്ളാഹു പുറത്ത് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. اللهم اشف أمراضنا وأمراض مرضانا يا شافع الأمراض. اللهم اشف أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.